ഹോയ്, അതെ, ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്താണെന്നറിയാവോ? ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഈ മാമ ടെക്നിക്ക് കേട്ടിട്ടുണ്ടോ? അതെന്താ സംഭവം എന്നറിയോ? ഈ മാമ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാപ്പനീസ് കയ്യിൽ ചെളി പറ്റി ജാപ്പനീസുകാരുടെ ഒരു ടെക്നിക്കാണ്. അത് ഉപയോഗിക്കുന്ന എപ്പോഴാണെന്നറിയാവോ? നമ്മുടെ അനാവശ്യമായ ഓവർ തിങ്കിങ് വരുന്ന സമയത്താണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാവോ? സ്പേസ് കൊടുക്കുക എന്ന് പറയും. മനസ്സിലായോ? അതായത് സമയത്തിനും പിന്നെന്താണ് നമ്മുടെ മനസ്സിനും കുറച്ച് സ്ഥലം ഫ്രീ ആയിട്ടിട്ട് കൊടുക്കാൻ. നമ്മൾ ചിന്തിക്കും എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ കുത്തി നിറച്ച് മനസ്സിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യ ചിന്തകൾ ഉണ്ടാവാതെ ഇരിക്കുമായിരിക്കുമെന്ന്. എന്നാൽ സത്യത്തിൽ അതല്ല. നമ്മുടെ മനസ്സിന് ശാന്തമാകാൻ കുറച്ച് സ്ഥലം നമ്മൾ ബാക്കി കൊടുക്കണം. കുറച്ച് സമയം നമുക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കണം എന്ന് പറയില്ലേ? ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു അടച്ചിട്ട മുറിയിൽ കുത്തി നിറച്ച് സാധനങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് നടക്കാനൊരു കംഫർട്ട് ഉണ്ടാവുമോ? ഇല്ല. സെയിം അത് തന്നെയാണ് മനസ്സിലെയും. ഒന്ന് റിലാക്സ് ആവണമെങ്കിൽ കുറച്ച് ഫ്രീ ആയിട്ടുള്ള സ്പേസ് വേണം. ആ ഒരു ഫ്രീ ആയിട്ടുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. അവരുടെ നല്ല ചിന്തകൾ വരാനായിട്ട് ഒന്ന് റിലാക്സ് ആവാനും അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതാണ് മാമ ടെക്നിക്ക്. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുത്ത് പള്ളക്കളയണം. അതായത് നമ്മുടെ ജീവിതത്തിലെ അനാവശ്യമായ ചിന്തകളെ കളഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടും. അതിന് കുറച്ച് സ്ഥലം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത പലതും നമ്മൾ എടുത്തു മാറ്റിയാൽ സന്തോഷവും സമാധാനവും തിരിച്ചു കിട്ടും. ഓക്കെ.